മുത്തുമണികളെ കണ്ടോളി നമ്മൾ ഇന്നത്തെ വർക്ക് വല്ലാത്തതി കണ്ടോട്ടോ ശരിക്കും ബിഫോർ കണ്ടോളി. ഇതൊരു ഗോഡൗണിൻ്റെ ബേക്ക് ഭാഗത്തുള്ള അവസ്ഥയാണ്. ഈ കാണുന്ന ചപ്പും ചവറും ഈ വേസ്റ്റ് മണ്ണും കുണ്ണും ടൈൽസും ബോട്ടൊക്കെ ഉണ്ട്. ഒരുപാട് ടൈൽസും ബോട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ 3 ബാത്റൂമിൻ്റെ പണി നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടൈൽസും ബോട്ടാണ് ഈ കാണുന്ന ഏരിയയിൽ ഇവിടുന്ന് കാണിക്കുന്നത്. ബിഫോർ കണ്ടില്ല ഈ കാണുന്ന ഏരിയ ഇങ്ങോട്ട് മിയാക്കുക സെറ്റാക്കി കൊടുക്കുക. ഓലം ഇങ്ങോട്ട് തുരുപ്പതിയാക്കി കൊടുക്കുക. ഇതിങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ സെറ്റാക്കണം. ഈ ഭാഗമുണ്ടല്ലേ ഇവിടെ കുറച്ച് ടൈൽസും ബോട്ടുള്ളൂ. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, ഈ കാണുന്ന ഈ സ്ഥലം വേറെ ലെവലാക്കി കൊടുക്കും. ഇതിനെ മുഖച്ചാണ് മാറ്റി കൊടുക്കും. കാരണം ഈ മുളകിൻ്റെ ആ തലക്കത്തെ മുളന്മാരെടുത്തിട്ട് ബക്കറ്റിലാക്കി വെക്കുക. ഈ തലക്കത്തെ ഇത് കണ്ടു കടന്നോട്ടാണ്. ഈ തലക്കത്തെ വെഹിക്കലാണ് തടച്ചിലുണ്ടായിരുന്നു ആയിക്കോട്ടെയാണ്. അങ്ങനെ നമ്മൾ വറക്കടിച്ചാട്ടാക്കിയിട്ട് ആകെ ചളി പിളിയ മുത്തുമണികളെ മയച്ചിട്ടേ ആകെ കസിയാണ്. ഇവിടെ ഈ സൈഡൊക്കെ കോൺക്രീറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ വെള്ളം അടിക്ക് വലിയാത്ത കേട്ടോ. ഓക്കെ നമ്മളങ്ങനെ വർക്കുകൾ അങ്ങനെ ചാട്ടാക്കി കൊടുക്കും. മുത്തുമണികൾ ഈ മൂലയിലെ മണ്ണ് കുറച്ച് ഉറച്ചിനപ്പോൾ അതിൻ്റെ ഇടയിൽ കല്ലും മുട്ടറയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കളച്ചിട്ട് സെറ്റാക്കാണ്. കളക്കുന്നു, നമ്മൾ കൊട്ടയിൽ കോരുന്നു, വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്നു. അതാണ് നമ്മൾ വൈബ്. അപ്പോൾ ആഫ്റ്റർക്ക് പോയാലും മുത്തുമണികൾ ഇതാണ് ആഫ്റ്റർ. ശരിക്കും കണ്ടോട്ട് ആഫ്റ്റർ സെറ്റാക്കി കൊടുത്ത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും മുത്തുമണികളെ നമ്മളെ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും ചെയ്താലും മുത്തുമണികളെ അല്ല ഇതേപോലെ നമ്മൾ മിയാക്കി കൊടുത്ത് 100ക്ക് 100 കൊടുത്ത് ഓരോ തിരുപ്പതിയാണ് നമ്മൾ തിരുപ്പതി ഉണ്ടല്ലേ. സെറ്റാക്കും പറഞ്ഞാൽ സെറ്റാക്കും. അതിനതുകൊണ്ട് നമ്മൾ വൈബ് അങ്ങ് ഫിനിഷ് ആയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണണ്ട ആ മുള്ളുണ്ടല്ലേ ബക്കറ്റിൽ അല്ല. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണുമ്പോൾ ഓക്കെ ഗുഡ് ബൈ. താങ്ക് യു.